പപ്പായ അഥവാ നമ്മുടെ നാടൻ കർമൂസ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ. സംഭവം സൂപ്പർ. കുറച്ച് കറികളൊക്കെ വെല്ലുന്ന ഈ കർമൂസ കറി ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പറമ്പിൽ നിന്ന് പറിച്ചെടുത്തൊരു നാടൻ കർമൂസയാണിത്. നമുക്കിതിങ്ങനെ മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കിയപ്പോൾ ഇതിലൊറ്റ കുരു പോലും ഇല്ല. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കർമൂസകൾ നമ്മൾ വെറുതെ കളയരുത്. ഇങ്ങനെ വളരെയധികം പോഷകമൂല്യമുള്ള ഒരു പച്ചക്കറി തന്നെയാണിത്. ചപ്പാത്തി, പൊറോട്ട, പൂരി, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കറിയാക്കി ഉപയോഗിക്കാം. ഈ കറിക്ക് വേണ്ടി നമുക്ക് കർമൂസ ഇത്രയും വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴുകിയെടുക്കാം. നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കുക്കറിലേക്കിടാം. സമയത്ത് ഇതിലേക്കൊന്നും അധികം ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. സമയത്ത് ഇത് അധികം വേവിക്കരുത്. പകുതി വെന്താൽ മതിയാകും. 2 വിസിലടിച്ച് നമുക്കിത് ഇറക്കി വെക്കാം. അടുത്തതായി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഒരു വലിയ ഉള്ളി അരിഞ്ഞു വച്ചിരുന്നു. നമുക്കതിലേക്കിടാം. ഇതിലേക്കൊരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണിത്. നമുക്കിത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. ഇപ്പോൾ ഇതിനൊരു അടിപൊളി സ്മെല്ല് വന്നു. നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അരച്ചെടുക്കണം. ഇതിലേക്ക് എരിവിന് വേണ്ടി നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതേപോലെ അരച്ചെടുത്താൽ മതി. അതേ ചട്ടിയിൽ തന്നെ നമുക്ക് 2 തക്കാളി ഇങ്ങനെ മുറിച്ച് ഇതിലേക്കിടാം. ഇത് വാടിയതിന് ശേഷം ഇതിൻ്റെ പുറത്തെ തൊലി എടുത്ത് കളയാൻ വേണ്ടിയാണിത്. കുറഞ്ഞ തീയിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ എടുക്കാം. തണുത്തതിന് ശേഷം തൊലി എടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തക്കാളി ഇപ്പോൾ നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളക് കീറിയതും ചേർത്ത് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ച മസാല, ഉള്ളി മസാലക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതിന് നമ്മൾ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത്, അധികം വെള്ളം ചേർക്കരുത്. നമുക്കിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പോരായ്ക തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഈ രീതിയിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തക്കാളി പേസ്റ്റും ഉള്ളി പേസ്റ്റും ഒക്കെ ഇപ്പം നല്ലോണം യോജിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കർമൂസ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കർമൂസ കറി നല്ല രീതിയിൽ തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതിലേക്ക് താളിച്ചത് ചേർക്കാം. കറിവേപ്പില മാത്രമേ ഞാനിവിടെ താളിച്ച് ചേർത്തിട്ടുള്ളൂ. പപ്പായ ഇങ്ങനെ പല രീതിയിലും വ്യത്യസ്ത വിഭവങ്ങളാക്കി ഉണ്ടാക്കാം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കിയത് വ്യത്യസ്തമായ രീതിയിലാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്.